കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മോളിക്കൂൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു പ്രോട്ടോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമോ അതിനെയായിരിക്കും നമ്മൾ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. അതായത് ഒരു എച്ച് പ്ലസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കുമോ അതിനെയായിരിക്കും നമ്മൾ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ 3 കോമ്പൗണ്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം HF കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു H പ്ലസിനെ റിമൂവ് ചെയ്താൽ മതി. HF ഒരു H പ്ലസിനെ റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും, ഫ്ലൂറിൻ F. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ചാർജ് H പ്ലസ് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ചാർജ് അഡീഷണൽ ആയിട്ട് വരും. അത് നമ്മളിവിടെ കൊടുത്തിരിക്കണം. ഫ്ലൂറിന് ഒരു നെഗറ്റീവ് ചാർജോടെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അടുത്തത് HCO3 മൈനസിന്റെ കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിൾ ആയിട്ട് H പ്ലസ് റിമൂവ് ചെയ്യുക, ഈ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക, നമുക്ക് ബാക്കി എന്ത് ലഭിക്കും, CO3. കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, ഹൈഡ്രജൻ പോയപ്പോൾ ഒരു മൈനസ് എക്സ്ട്രാ കിട്ടി, നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ ആഡ് ചെയ്ത് മൊത്തം ഇവിടെ എന്തുണ്ടാവും, 2 മൈനസ് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട് H2SO4 നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഹൈഡ്രജനെ മാത്രം റിമൂവ് ചെയ്യണം. H2SO4 ഉണ്ട്, നമുക്ക് H പ്ലസ് ഒറ്റ ഒരെണ്ണമാണ് റിമൂവ് ആവുന്നത്. അപ്പം H2SO4ന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് HSO4 മാത്രമാണോ, നമ്മളൊരു മൈനസ് ചാർജും കൂടെ കൊടുക്കണം, HSO4 മൈനസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുന്നു, അതായത് H പ്ലസിനെ റിമൂവ് ചെയ്യുന്നു.